സർ, നിർമ്മാണ മേഖലയിൽ വിശിഷ്യ സർക്കാർ മേഖലയിൽ ആവശ്യത്തിലധികം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയും ഓവർ ഡിസൈനിലൂടെയും പണം നഷ്ടപ്പെടുന്ന പ്രവണതയുണ്ട്. കൊല്ലം ജില്ലാ കോടതി സമുച്ചയത്തിന്റെ ആദ്യ ഡിസൈൻ പ്രകാരം എസ്റ്റിമേറ്റ് 147 കോടി രൂപയായിരുന്നു. എന്നാൽ ചെന്നൈ IIT ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതോടെ 80 കോടി രൂപയ്ക്ക് താഴേക്ക് നിർമ്മാണ ചെലവ് കൊണ്ടുവരാൻ കഴിഞ്ഞു. സർ, നിയമസഭാ സാമാജികരുടെ ഹോസ്റ്റലിന്റെ നിർമ്മാണ ചെലവിൽ ബഹുമുഖ്യമന്ത്രിയും സ്പീക്കറും വകുപ്പ് മന്ത്രിയും ഇത്തരത്തിൽ ഇടപെട്ടത് വഴി 15% എസ്റ്റിമേറ്റ് കുറയുകയുണ്ടായി. സർ, ഇത്തരത്തിൽ സംസ്ഥാനത്തെ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചിട്ടപ്പെടുത്തൽ അനിവാര്യമാണ്. പൊതുമരാമത്ത്, തദ്ദേശഭരണ ഭരണവകുപ്പുകളും സാങ്കേതിക വിദഗ്ധരുമായും ചർച്ചകൾ നടത്തി ചെലവ് കുറച്ചും ആവശ്യത്തിലധികമുള്ള ഡിസൈനുകൾ ഒഴിവാക്കിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പൊതുനയം രൂപീകരിക്കും. സർ, സൈബർ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും. സർ, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കെതിരെ, വിശേഷിച്ചും സ്ത്രീകൾക്കെതിരെ വലിയ സൈബർ ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. തെറ്റായ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള സൈബർ വിംഗ് ശക്തിപ്പെടുത്തും. PRD, പോലീസ് നിയമവകുപ്പുകളെ സമീപിച്ച് കാര്യക്ഷമമായി സംവിധാനം രൂപീകരിക്കുന്നതിനായി 2 കോടി രൂപ അനുവദിക്കുന്നു. സർ, സാമ്പത്തിക തട്ടിപ്പുകളെ നേരിടാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ. സർ, നിക്ഷേപ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക മാനേജ്മെന്റിലെ കുഴപ്പങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്കിടയിൽ ശരിയായ സാമ്പത്തിക സാക്ഷരത ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. വിവിധ ഏജൻസികളുമായും സംഘടനകളുമായും ചേർന്നുകൊണ്ട് ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2000 സ്കൂളുകളിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുകയും കുട്ടികളെ സാമ്പത്തിക മാനേജ്മെന്റിനെക്കുറിച്ച് അവബോധമുള്ളവരാക്കി മാറ്റാനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യും. സർ, ഇതിനോടൊപ്പം സംസ്ഥാനത്ത് വിപുലമായ ഒരു ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. തുടർ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിന് സംഘടിപ്പിക്കും. അതിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ആക്രമണം. സർ, ഈ സർക്കാരിന്റെ കാലത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഇടപെടലിനായി സംസ്ഥാനം മുൻകൈ എടുക്കും. സർ, വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം. കേരളത്തിലെ നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം മേഖലയിലെ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടുകളും സംരക്ഷിക്കുന്നതിനും പരിപോഷിക്കുന്നതിനും ഒരു നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഈ നിയമത്തിലൂടെ കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപ മാറ്റിവെക്കുന്നു. മഞ്ചാടി. സർ, സ്കൂൾ ഗണിത പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. 14 ജില്ലകളിലെ 1400 സ്കൂളുകളിലെ 2000 ക്ലാസ് മുറികളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2.8 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ്. സർ, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് തുടർന്ന് സ്കോളർഷിപ്പ് നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച മാർഗ്ഗദീപം പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ മൌലാന ആസാദ് ദേശീയ റിസർച്ച് ഫെലോഷിപ്പിന് പകരം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഫെലോഷിപ്പ് പദ്ധതിക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് ഇരട്ടിയാക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ. ശബരിമലയെ രാജ്യത്തെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് 1033.62 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ശബരിമല സന്നിധാനത്തിൽ വികസനത്തിനായി 778.17 കോടി രൂപയുടെയും പമ്പ മണപ്പുറത്തിന് വേണ്ടി 207.48 കോടി രൂപയുടെയും പമ്പ മുതൽ സന്നിധാനം വരെ നടപ്പാത വികസനത്തിന് വേണ്ടി 47.97 കോടി രൂപയുടെയും പദ്ധതികൾ ഉൾപ്പെടുന്നു. സർ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൌസും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കാൻ 5 കോടി വകയിരുത്തുന്നു. ആറന്മുള വള്ളംകളിയുടെ പ്രധാന പവലിയൻ നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. പമ്പാനദിയുടെ തീരത്ത് നടക്കുന്ന ആത്മീയ സംഗമമായ മാരാമൺ കൺവെൻഷനുമായും ആറന്മുള വള്ളംകളിയിലെയും ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളെയുമായും ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സൌകര്യങ്ങൾ കോഴഞ്ചേരി വികസിപ്പിക്കുന്നതിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കണ്ണൂരിൽ ഹജ്ജ് ഹൌസ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, വളരെയേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന വിവിധ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. MD പഠന കേന്ദ്രം. സർ, മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും അഭിമാനമായിരുന്ന MD വാസുദേവൻ നായരുടെ സ്മരണകൾ നിലനിർത്തുന്നതിനായി തിരൂർ തുഞ്ചംപറമ്പിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കും. മലയാള ഭാഷയുടെ
ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്നതും MTയുടെ ജീവിതവും കൃതികളും സംഭാവനകളും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിധമുള്ള പഠനകേന്ദ്രമാവും സ്ഥാപിക്കുക. ഇതിനായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിക്കുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരകം ശതാബ്ദി പിന്നിട്ട വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രവും പ്രാധാന്യവും വിശദമാക്കുന്ന സ്മാരകവും പഠനകേന്ദ്രവും വൈക്കത്ത് സ്ഥാപിക്കുന്നതിനായി ആദ്യഘട്ടമായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിൽ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര പദ്ധതിയായ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി സീപ്ലെയിൻ ടൂറിസം ഹെലിപോർട്ടുകൾ, ചെറിയ വിമാനത്താവളങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇന്ത്യയെ ഒരു കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപാദനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാക്ഷം, അംഗൻവാടി പോഷൺ 2.0 തുടങ്ങിയ ദേശീയ പോഷകാഹാര സഹായ പദ്ധതികൾ കേരളത്തിന്റെ തനത് പോഷകസമൃദ്ധമായ ചക്കപ്പൊടി കൂടി ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുക്കും. സർ, ഭാഗം 3 പ്ലാനിന്റെ ഭാഗമാണ്. സർ, 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന പദ്ധതി വിഹിതം മുൻവർഷത്തെ 30,370 കോടി രൂപയിൽ നിന്നും 32,500 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ആകെ പദ്ധതി അടങ്കൽ 41,653.71 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ സാഹചര്യത്തിലും സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധനവ് വരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. വാർഷിക പദ്ധതി അടങ്കലിലെ വർധനവിന്റെ ഗുണഫലം എല്ലാ മേഖലകൾക്കും ഉറപ്പുവരുത്താനും അതോടൊപ്പം പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സർക്കാരിന് കരുത്ത് നൽകും. സർ, കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ 3 വർഷമായി മെച്ചപ്പെട്ട വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കിയതിലൂടെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനം 2015-16 628 ലക്ഷമായിരുന്നത് 23-24 17.2 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക വർഷം 227.40 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 115.50 കോടി രൂപ വകയിരുത്തുന്നു. വിളപരിപാലന മേഖലയ്ക്ക് 535.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, സമഗ്രമായ ഒരു നെല്ല് വികസന പദ്ധതി അടുത്ത വർഷം സർക്കാർ കൊണ്ടുവരും. നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് 150 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് 5,500 രൂപ, നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് 3,000 രൂപ എന്നീ നിരക്കുകളിൽ റോയൽറ്റി നൽകുന്നതിനുള്ള 80 കോടി രൂപയും ഉൾപ്പെടും. കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് 43 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പുതിയ പദ്ധതികൾക്കായിട്ട് 21 കോടി രൂപ നീക്കിവെക്കുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 78.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തൽ 4.6 കോടി രൂപയിൽ നിന്ന് 7.6 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ആകെ 18.92 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിന്റെ കാർഷിക കാലാവസ്ഥ വൈവിധ്യം കണക്കെടുത്ത് കേരളത്തെ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചറൽ ഹബ്ബാക്കാൻ വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു. സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ കൃഷിക്കായുള്ള സഹകരണ സംരംഭം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് ചിറ്റൂർ പെരുമാട്ടി അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന് 1 കോടി രൂപ അനുവദിക്കുന്നു. കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിന് 14.89 കോടി രൂപ വകയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വിള ഇൻഷുറൻസിന് പദ്ധതിയുടെ സർക്കാർ വിഹിതമായി 33.14 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക വിപണനം, സംഭരണം, വെയർഹൌസിംഗ്, മറ്റ് കാർഷിക പരിപാടികൾ എന്നിവയ്ക്കായി ആകെ 157.31 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള പിന്തുണയ്ക്കായി 43.90 കോടി രൂപയും അനുബന്ധമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യമങ്ങൾക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമഗ്ര കാർഷിക വികസനത്തിന് 2,365.5 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പദ്ധതിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം ലഭിച്ചു. ഈ വർഷം കേര പദ്ധതി വഴി പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടങ്കൽ തുകയായി 77.99 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററിന് 13.3 കോടി രൂപ വകയിരുത്തുന്നു. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ സൂക്ഷ്മ നീർത്തട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളുടെ ഭൂമി വികസന പ്രവർത്തനങ്ങളും വിവിധ കുളങ്ങളുടെ നവീകരണങ്ങളും എന്ന നബാർഡ് വായ്പാ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായി 317.90 കോടി രൂപ ആണ് പദ്ധതി വിഹിതം.
ഇതിൽ 159.63 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ്. 30 കോടി രൂപ നബാർഡ് REDF വായ്പയും 9 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ്. മൃഗചികിത്സാ സേവനങ്ങളുടെ ഭാഗമായി 9 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം 41.1 കോടി രൂപയായി ഉയർത്തുന്നു. ബീജസങ്കലന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 9.2 കോടി രൂപ വകയിരുത്തുന്നു.